ഞാൻ ഹ്യൂസ്റ്റണിൽ നിന്ന് ജോൺ മാത്യു. അടുത്ത സമയത്ത് അന്തരിച്ച ശ്രീ ജോർജ് മണ്ണിക്കലോട്ടിനെ പറ്റി രണ്ടു വാക്ക് പറയുകയാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, 1983-84 സമയത്ത് യാദൃശ്യമായിട്ടാണ് ശ്രീ ജോർജ് മണ്ണിക്കലോട്ടിനെ ഞാൻ ആദ്യമായി കാണുന്നത്. അന്ന് ഒരു വീട്ടില് ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അദ്ദേഹം ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസോ ആയിട്ട് ആ വീട്ടിലെത്തി. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ ഞാനൊന്ന് പരിചയപ്പെട്ടു. അന്ന് അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രവർത്തനങ്ങളെ പറ്റി ചുരുക്കമായി പറഞ്ഞു. അതിനുശേഷം ഹ്യൂസ്റ്റണില് ചില സാഹിത്യ ചർച്ചാ സമ്മേളനങ്ങൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതിന്റെ പേര് കാഫി ക്ലാഷ്, ഒരു ജർമ്മൻ പ്രയോഗമാണ് കാഫി ക്ലാഷ്. ശ്രീ വർഗീസ് കാമ്പളത്തായിരുന്നു അത് ഓർഗനൈസ് ചെയ്തത്. അങ്ങനെ ആ സമ്മേളനങ്ങളിൽ ഞങ്ങള് ഒരു മാസം ഒരിക്കലെങ്കിലും കൂടിക്കാണുമായിരുന്നു. അന്ന് അദ്ദേഹം വായിച്ച ഒരു സ്റ്റോറി ഞാൻ ഇന്നും ഓർക്കുന്നു. നാട്ടിലെ ഒരു കാപ്പിക്കടയുടെ പശ്ചാത്തലത്തിൽ കാപ്പി അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചിത്രീകരിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു നോവല് പ്രസിദ്ധീകരിച്ചു, ജീവിതത്തിന്റെ കണ്ണീർ. അതെനിക്ക് വായിക്കാനിടയായി. നാട്ടിൻപുറത്തിന്റെ ജീവിതം വളരെ മനോഹരമായി ചിത്രീകരിച്ചിരുന്ന ഒരു നോവലാണ് അത്. അതിന്റെ കോപ്പി ഇന്ന് എൻ്റെ പക്കലുണ്ട്. തുടർന്ന് അദ്ദേഹത്തിന്റെ ശ്രീ ജോർജ് മണ്ണിക്കലോട്ടിന്റെ ഇന്ത്യൻ ആർമി ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു നോവലാണ് അഗ്നിയുദ്ധം എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം അദ്ദേഹം ധാരാളം ലേഖനങ്ങൾ എഴുതിയിരുന്നു. ഒരു മാസിക ഹ്യൂസ്റ്റണിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിന് വളരെ ശക്തമായിട്ടുള്ള എഡിറ്റോറിയൽ എഴുതുമായിരുന്നു. മൗന നൊമ്പരങ്ങൾ എന്ന ഒരു കഥാസമാഹാരം അദ്ദേഹം ഇതിനിടെ പ്രസിദ്ധീകരിച്ചു. 1996 ഡാളസിലെ ഫൊക്കാന സമ്മേളനത്തോടനുബന്ധിച്ച് ലാനയുടെ രൂപീകരണം നടന്നത്. അന്നത്തെ അഡ്വോ കമ്മിറ്റി രൂപീകരിച്ചു. ശ്രീ ജോർജ് മണ്ണിക്കലോട്ട് അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. 1-2 പ്രാവശ്യം അദ്ദേഹം വീണ്ടും വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം വളരെ ആകസ്മികമായ ഒരു സംഭവം ഉണ്ടായി. കേരളത്തിൽ നിന്നും ഡോക്ടർ എം എം ബഷീർ അമേരിക്ക സന്ദർശനത്തിനെത്തി. അദ്ദേഹം ഹ്യൂസ്റ്റണിലും വന്നു. ഞങ്ങൾ വളരെ സുദീർഘമായ സാഹിത്യ ചർച്ചകളിൽ ഏർപ്പെട്ടു. അമേരിക്കയിലെ എഴുത്തിനെ പറ്റി അതൊരു പ്രത്യേക രീതിയിലുള്ള എഴുത്താണ്. കാരണം സാഹിത്യം അല്ലെങ്കിൽ കലാരൂപങ്ങൾ എന്നും വളർന്നു വരുന്നത് പ്രസ്ഥാനങ്ങളിൽ കൂടിയാണ്. പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആകസ്മികമായി ഉണ്ടാകുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ചില എഴുത്തുകാര് മുമ്പോട്ട് വെക്കുന്ന അവരുടെ ശൈലിയിൽ കൂടെ രൂപപ്പെട്ടു വരുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ പുരോഗമന സാഹിത്യം മലയാളത്തിലൊരു പ്രസ്ഥാനമായിരുന്നു. അതിനുശേഷം ജനപ്രിയ സാഹിത്യം എഴുത്തുകൾ മലയാളത്തിലൊരു പ്രസ്ഥാനമായിരുന്നു. പിന്നീട് മറുനാടൻ എഴുത്തുകൾ ഒരു പ്രസ്ഥാനമായി മാറി.
പട്ടാളക്കഥകൾ മറ്റൊരു പ്രസ്ഥാനമായി മാറി. എന്ന് പറഞ്ഞ പോലെ നമുക്ക് വീണ് കിട്ടിയ ഒരു വലിയൊരു അവസരമായിരുന്നു അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം. അത് വളരെ വേഗം അത് സംഭവിച്ചു. ഏതാണ്ട് 1970 തുടങ്ങിയ ആ കുടിയേറ്റം വളരെ വളരെ സാവധാനം അമേരിക്കയിലേക്ക് വന്ന ഒരു ചെറിയ മലയാളി സമൂഹം ഇന്ന് വളർന്ന് പന്തലിച്ച് അവഗണിക്കാൻ വയ്യാത്ത ഒരു ശക്തിയായിട്ട് രൂപപ്പെട്ടു. അപ്പോൾ ഈ സമൂഹത്തിന്റെ വളർച്ചയെ ചിത്രീകരിക്കുന്ന ധാരാളം എഴുത്തുകൾ അമേരിക്കയിൽ നിന്നുണ്ടായി. ധാരാളം ചെറുകഥകൾ, പിന്നെ കുറച്ച് നോവലുകൾ. അപ്പോൾ ഏതാണ്ട് 2000 ആണ്ടോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ എം ബഷീർ അമേരിക്ക സന്ദർശിച്ചു. അമേരിക്കയിലുണ്ടായ ഈ എഴുത്തിന്റെ പശ്ചാത്തലം, അങ്ങനെയുള്ള എഴുത്തുകളെ പ്രതിനിധീകരിക്കുന്ന സാഹിത്യ രൂപങ്ങളുടെ ചരിത്രം, ഇവിടെ എഴുതിയ നോവലുകളുടെയും കഥകളുടെയും ഒരു ചരിത്രം ഉണ്ടാകേണ്ട ആവശ്യകതയെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഡോക്ടർ ബഷീറിനെ യാത്ര അയക്കാൻ വേണ്ടി ശ്രീ ജോർജ് മണ്ണിക്കരോട്ടും ഞാനും കൂടി ഹ്യൂസ്റ്റണിലെ എയർപോർട്ടിൽ, ഇന്റർകോണ്ടിനെന്റൽ എയർപോർട്ടിൽ ചെന്നു. അന്ന് എയർപോർട്ടിനകത്ത് വരെ നമുക്ക് കയറി ചെല്ലാം. 9/11 മുമ്പായിരുന്നതുകൊണ്ട് ഞങ്ങൾ വളരെ നേരത്തെ എയർപോർട്ടിൽ ചെന്നു. മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നതുകൊണ്ട് പതിവ് പോലെ സാഹിത്യ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തു. അമേരിക്കയിലെ കുടിയേറ്റ സാഹിത്യം വളർന്നു വരുന്ന ആ സാഹിത്യ ശാഖയിൽ ധാരാളം എഴുത്തുകാർ അമേരിക്കയിൽ നിന്നും അന്നത്തെ മലയാള പത്രത്തിൽ കൂടി കഥകളും മറ്റും എഴുതിക്കൊണ്ടിരുന്നു. കഥകളും ലേഖനങ്ങളും കവിതകളും പിന്നീട് ചുരുക്കമായിട്ടുള്ള നോവലുകളും. അപ്പോൾ ഇതിന്റെ ഒരു ചരിത്രം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ ബഷീർ ഒരു ചലഞ്ചായിട്ട് ഞങ്ങളോട് പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് എഴുതിക്കൂടാ? ഡോക്ടർ ബഷീർ എന്റെ നേരെ തിരിഞ്ഞ് ചോദിച്ചു, ജോൺ മാത്യുവിന് എന്തുകൊണ്ട് എഴുതിക്കൂടാ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനല്ല അതിന് പറ്റിയ വ്യക്തി, ശ്രീ ജോർജ് മണ്ണിക്കരോട്ട് തന്നെയാണ്. കാരണം എൻ്റെ ഫീൽഡ് ഡിഫറൻ്റ് ആണ്. ശ്രീ ജോർജ് മണ്ണിക്കരോട്ടിനെ കൊണ്ട് അത് കഴിയും. അദ്ദേഹം അതൊരു ചലഞ്ചായിട്ട് തന്നെ എടുത്തു. ആദ്യം വളരെ നിസ്സാരമായിട്ട് തോന്നിയെങ്കിലും കുറച്ച് കഴിഞ്ഞ് മനസ്സിലായി ഇത് വലിയൊരു സംരംഭമാണല്ലോ. അത്ര പെട്ടെന്നൊന്നും ചെയ്തു തീർക്കാൻ കഴിയാത്ത കാര്യമാണ്. അദ്ദേഹം പല നഗരങ്ങളിൽ സന്ദർശിച്ചു, പലയിടത്തും സാഹിത്യ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു, എഴുത്തുകാരെ നേരിട്ട് വിളിച്ചു. അമേരിക്കയിൽ നിന്ന് എഴുതുന്ന എഴുത്തുകാരുടെ കൃതികൾ പലതും വായിച്ചു. അതിന്റെ ഫലമാണ് ഏതാണ്ട് 7 വർഷം കഴിഞ്ഞ് 2007 ആയപ്പോഴത്തേക്കും അമേരിക്കയിലെ മലയാള സാഹിത്യ ചരിത്രം എന്ന ഒരു കൃതി പുറത്തിറങ്ങി. അത് ഭാവിയിലേക്ക് ഉള്ള അമേരിക്കയിലെ എഴുത്തിനെ പറ്റി പഠിക്കുന്നവർക്ക് വളരെ പ്രയോജനമാകുന്ന ഒരു പുസ്തകമാണ്. ഇതിനകം തന്നെ ആ കൃതിയെപ്പറ്റി അമേരിക്കയിലെ മലയാളി എഴുത്തുകാർക്കെല്ലാം തന്നെ അറിയാം. ധാരാളം മിക്കവാറും എഴുത്ത് തന്നെ അത് വായിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കാലത്തുണ്ടായിരുന്ന എഴുത്തുകാരെ പറ്റി സമഗ്രമായിട്ടുള്ള ഒരു ചർച്ച ഈ കൃതിയിൽ കൂടി നടന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിനോടനുബന്ധിച്ച് തന്നെ ഹ്യൂസ്റ്റണിലെ ധാരാളം ചർച്ചകളിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തു. പലയിടത്തും വേദികൾ പങ്കിട്ടു. ന്യൂയോർക്കിലും ഫിലാഡൽഫിയയിലും ടൊറന്റോയിലും കേരളത്തിലും ചിക്കാഗോയിലും ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഉള്ള സാഹിത്യ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു.
അദ്ദേഹത്തിന്റെ നിര്യാണം അമേരിക്കയിലെ സാഹിത്യ ലോകത്തിന് എന്തായാലും ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എൻ്റെ പ്രിയ സുഹൃത്ത് ജോർജ് മണിക്കറോട്ട് ശാന്തമായി ഉറങ്ങുക. താങ്കളുടെ കൃതികൾ ഇനിയും ഇവിടുത്തെ മലയാളികളും നാട്ടിലെ മലയാളികളും തുടർച്ചയായി വായിക്കും. നന്ദി, നമസ്കാരം. മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ മണിക്കരോട്ടിന്റെ സ്വദേശമോ ഫാമിലിയെ പറ്റിയോ സാറിന് എന്തെങ്കിലും അറിയാമോ? മണിക്കരോട്ടിന്റെ സ്വദേശം നാട്ടിലുള്ളവരെ പറ്റി അറിയാമോ? എന്റെ അറിവില് മണിക്കരോട്ടിന്റെ സ്വദേശം ഏതാണ്ട് കൊട്ടാരക്കരയ്ക്കടുത്ത് പൊട്ടാഴി എന്ന സ്ഥലത്താണ്. അദ്ദേഹം ഒരു ഒരു അദ്ദേഹത്തിന്റെ ഗ്രാമപ്രദേശത്തെ ഇതിന്റെ ചിത്രീകരിച്ച ഒരു വലിയൊരു കൃതി എഴുതണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ കണ്ണീർ അദ്ദേഹത്തിന്റെ ഗ്രാമപ്രദേശത്തിനെ പറ്റിയുള്ള കൃതിയായിരുന്നു. പക്ഷെ അത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ എഴുതണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് നടന്നില്ല. ഏതാണ്ട് എനിക്ക് എന്റെ അറിവനുസരിച്ച് അച്ചൻകോവിലാറുമായിട്ട് തീരത്ത് ഉള്ള ഒരു സ്ഥലമാണ് ഈ പട്ടാഴി എന്ന് പറയുന്നത്. സഹോദരങ്ങളെ ആരെങ്കിലും കണ്ട്? ഇല്ല ഇല്ല ഇല്ല, എനിക്കാരെയും അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ഫാമിലി പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞങ്ങൾ ടോക്ക് ചെയ്തിട്ടില്ല. ഹൗ ഓഫ്റ്റൻ നിങ്ങൾ ആ കാലഘട്ടങ്ങളിൽ മീറ്റ് ചെയ്യുമായിരുന്നു സാഹിത്യമായിട്ട് മീറ്റ് ചെയ്യുന്ന റൈറ്റേഴ്സ് ഫോറം 1989 ഹ്യൂസ്റ്റണിലെ റൈറ്റേഴ്സ് ഫോറം എന്നൊരു സംഘടന ഉണ്ടായി. റൈറ്റേഴ്സ് ഫോറത്തിൽ അദ്ദേഹം വരുമായിരുന്നു. ഇപ്പൊ ആദ്യത്തെ പ്രസിഡന്റ് മാത്യു നെല്ലിക്കുന്ന്, രണ്ടാമത് ഞാൻ പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് ശ്രീ സോണൻ ഞെക്കാട് പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം ജോർജ് മണിക്കരോട്ട് അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് ഒരു 15 വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം മലയാള സൊസൈറ്റി എന്നൊരു സംഘടന കൂടെ രൂപീകരിച്ചു. ഇപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് വരെയും ആ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു. സാറും പല ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഭൂമിക്ക് ഒരു മുദ്ര, ഭൂമിക്ക് മേലൊരു മുദ്ര. ഇപ്പൊ ഈ അടുത്ത കാലത്ത് വേറൊന്നും കൂടി. ഓക്കെ, അത് ഞാൻ എന്റെ കൃതികളെ പറ്റി പറയാൻ അവസരം അല്ല ഇത്. എന്നാലും ഞാൻ പറയട്ടെ, എന്റെ 4 നോവലുകൾ ഉണ്ട്. ഭൂമിക്ക് മേലൊരു മുദ്ര, അത് പ്രധാനമായിട്ടും എന്റെ സ്വന്തം നാടായിട്ടുള്ള മല്ലപ്പള്ളി, പിന്നീട് ഞാൻ ജീവിച്ച ഡിട്രോയിറ്റും, ഈ 2 സ്ഥലങ്ങളെ പറ്റിയാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കുടിയേറ്റത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. രണ്ടാമത്തെ നോവലിന്റെ പേര് അപ്പപ്പായു. അത് ഗ്രാൻഡ് ഫാദേഴ്സ് യൂണിവേഴ്സിറ്റി എന്നാണ് അതിന്റെ മീനിങ്. അതൊരു ചെറിയ നോവലാണ്, കുട്ടികൾക്ക് വേണ്ടി എഴുതിയാണ്. അത് NBS, ഈ 2 നോവലും NBS പ്രസിദ്ധീകരിച്ചു. NBS അതിന്റെ കോപ്പികൾ ഇപ്പോഴും അവൈലബിൾ ആയിരിക്കും. പിന്നീട് എഴുതിയ ഒരു വലിയൊരു നോവലാണ് യുഗങ്ങൾ അവസാനിക്കുന്നില്ല. ഏജസ് നെവർ എൻഡ് എന്ന പേരിൽ അതിപ്പോൾ ഇംഗ്ലീഷിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് ആയിട്ട് അതിന്റെ പ്രസിദ്ധീകരണം ഉടനെ തന്നെ ഉണ്ടായിരിക്കും. അത് 4 ഭാഗങ്ങളുണ്ട്. 1 ഡൽഹി, 2 മണിമലയാറ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചെറുപ്പകാലത്ത് എല്ലാ ദിവസവും കണ്ടിരുന്ന, മണൽപ്പുറത്തൂടെ നടന്നുകൊണ്ടിരുന്ന, മുങ്ങിക്കുളിച്ചുകൊണ്ടിരുന്ന മണിമലയാറ്. ആ മണിമലയാറിന് വേണ്ടിയാണ് എൻ്റെ ഈ കൃതി ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. 3ാമത്തെ ഭാഗം ബെയർ ക്രീക്ക്. ഞങ്ങൾ ഹ്യൂസ്റ്റണിൽ വന്നിട്ട് ഏതാണ്ട് ഇപ്പം 43 വർഷമാകുന്നു. ബെയർ ക്രീക്കിന്റെ വിവിധ വശങ്ങളിലാണ് ഞങ്ങൾ അന്ന് പോലെ താമസിച്ചിരുന്നത്. ഇന്നോ അവിടെ തന്നെ. അവിടെ പ്രത്യേക ഹ്യൂസ്റ്റണിലെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരു ബെയർ ക്രീക്ക്, കരടിത്തോട്, ഒരു പാർക്ക്, സോക്കർ ഫീൽഡ്, ഇതെല്ലാം വന്യജീവികൾ ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു കൃതിയാണ് യുഗങ്ങൾ അവസാനിക്കുന്നില്ല ഇതിന്റെ 3ാം ഭാഗം. 4ാം ഭാഗം ഈ സ്റ്റോറി കണക്ട് ചെയ്യാൻ വേണ്ടി 200 വർഷം മുമ്പുണ്ടായിരുന്ന ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും തൊഴിലാളികളെ
കരീബിയൻ ഐലൻഡിൽ നിന്ന് കൊണ്ടുവന്ന ചരിത്രവുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നു. ഞാൻ എൻ്റെ ഈ നോവലിനെ പറ്റി ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ നാലാമത്തെ ഒരു ചെറിയ നോവലുണ്ട് കുട്ടികൾക്ക് വേണ്ടി. അതിപ്പം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ ചെറിയൊരു നോവലാണ്. അതിൻ്റെ പേര് ജംഗിൾ ഫോഗ്. ഇംഗ്ലീഷിൽ അത് അവൈലബിൾ ആയിരിക്കും. ഇവിടെ അടുത്ത് തന്നെ പ്രസിദ്ധീകരിക്കും. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. പിന്നെ കഥാസമാഹാരങ്ങളുണ്ട്. ഏതാണ്ട് 100 കഥകളുണ്ട്. എല്ലാം കുടിയേറ്റ പശ്ചാത്തലത്തിലാണ്. അമേരിക്കയിലെ കുടിയേറ്റ എഴുത്തുകൾ വിപുലമായി ചർച്ച ചെയ്യുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇവിടെ ഒരു 10-20 എണ്ണപ്പെട്ട നോവലുകൾ അമേരിക്കയിൽ നിന്നുണ്ട്. ഇപ്പം ഹ്യൂസ്റ്റണിൽ നിന്ന് തന്നെ മാത്യു നെല്ലിക്കുന്നൊരു നോവലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ജോർജ് മണ്ണിക്കരോട്ടിന്റെ നോവലുണ്ട്. ചിക്കാഗോയിൽ നിന്ന് ഷാജൻ ആനിത്തോട്ടത്തിന്റെ നോവലുണ്ട്. ടൊറന്റോയിൽ നിന്നും ജോൺ റമതയുടെ നോവലുണ്ട്. ന്യൂയോർക്കിൽ നിന്നും സാംസി കൊടുവന്റെ നോവലുണ്ട്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഡാലസിലുള്ള ആരെങ്കിലും അറിയാമോ? ഡാലസ് ഏബ്രഹാം തെക്കേമുറിയുടെ നോവലുണ്ട്. അത് അന്തരിച്ച ഏബ്രഹാം തെക്കേമുറിയുടെ നോവലുണ്ട്. ആരുടെയെങ്കിലും പേര് ഞാനിപ്പോ കാഷ്വലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ ഫിലാഡൽഫിയിൽ നിന്നും ചില നോവലുകളുണ്ട്. ലേഡീസ് ആരെങ്കിലും എഴുതുന്നതായിട്ട് അറിയാമോ? ലേഡീസ് പേരുകൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇപ്പം ടൊറന്റോയിൽ നിന്നുള്ള നിർമ്മല വളരെ പ്രസിദ്ധമായിട്ടുള്ള എഴുത്തുകാരിയാണ്. അവരിപ്പോഴും എഴുതുന്നുണ്ട്. ഈ കൃതികളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഇതിന്റെ ത്രെഡോ എന്തെങ്കിലും? അങ്ങനത്തെ കാര്യമൊന്നും ഇല്ല. ഇതൊക്കെ എഴുത്തെന്ന് പറഞ്ഞാൽ വളരെ വളരെ സമയമെടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എഡിറ്റ് ചെയ്യുന്നതാണ്. അതിപ്പോ എഴുതി കഴിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്ക് ചെയ്യും. എഴുത്തുകാരുമായിട്ട് ടോക്ക് ചെയ്യും, നിരൂപകരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, ചർച്ച ചെയ്യും. അല്ലാതെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആരുമായിട്ടൊന്നും ചർച്ച ചെയ്യാറില്ല. പക്ഷെ ഇവിടെയുള്ള എഴുത്തുകാരുമായിട്ട് തന്നെ എല്ലാം നിരന്തരമായിട്ട് ഞങ്ങൾക്കെല്ലാം കോണ്ടാക്ട് ഉണ്ട്. വളരെ ഇപ്പം വളരെ സൗഹൃദപരമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ട്. മിക്കവാറും ഇപ്പൊ ആഴ്ച തോറും പലരെയും വിളിക്കാറുണ്ട്. ഈ നിങ്ങളുടെ കൈയെഴുത്ത് ഈ ഒരു ക്രിയേറ്റേഴ്സിന്റെ ലൈൻ ഓഫ് വർക്ക് ഒക്കെ എന്തോ ആയിരുന്നു? അമേരിക്ക വന്നതിന് ശേഷം ഇവരൊക്കെ എന്തൊക്കെ ജോലികളാണ് ചെയ്തിരുന്നത് ഓർമ്മയുണ്ടോ? എല്ലാവരുടെയും എനിക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷെ ഞാൻ എന്റെ കാര്യം പറഞ്ഞാല് അമേരിക്ക വന്നു 8 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു വർഷത്തെ ജോലിക്ക് ചേർന്നു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് 14 വർഷം ജോലി ചെയ്തു. ഒരിക്കലും മുടങ്ങാതെ. ചുരുക്കം ചില സമയങ്ങളിൽ ലേ ഓഫ് കിട്ടി, അന്ന് അൺഎംപ്ലോയ്മെന്റ് വാങ്ങി. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു കാര്യം റിയലൈസ് ചെയ്തു. ഫാക്ടറി ജോലി മാത്രമല്ല നമുക്ക് വിധിച്ചിരിക്കുന്നത്. അമേരിക്ക വന്നാൽ എന്തെങ്കിലും പഠിക്കാതെ നമുക്ക് അമേരിക്കൻസ് ഇന്ത്യയിലെ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് ഇവിടെ വന്നാൽ നമുക്ക് ഫാക്ടറി ജോലി ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒന്ന് പഠിച്ചെങ്കിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. സർട്ടിഫൈഡ് ആയിരിക്കണം. അതെ. അപ്പൊ അങ്ങനെ വന്നിട്ടാണ്ട് 1 വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെ കോളേജിൽ ചേർന്നു. കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇപ്പൊ അതിന് ഒരു ഡിഗ്രി ഒക്കെ എടുത്തു. അതൊന്നും വലിയ ഇപ്പൊ അത് നമ്മുടെ ജീവിതത്തിന് ഉള്ള ആവശ്യമായിട്ട് വന്നുകൊണ്ട് അതൊക്കെ ചെയ്തു. അത്രേ ഉള്ളൂ. ഞാൻ നമ്പിമട സാറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോ അദ്ദേഹം റേഡിയോഗ്രാഫർ ആയിരുന്നു. ഞാൻ ശ്രീ നമ്പിമടത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. അദ്ദേഹം കവിതകൾ വളരെ വളരെ ഒന്നാം തരം കവിതകൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോഴും ധാരാളം മറ്റൊരു എഴുത്തുകാരുണ്ട്. എന്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഇതുപോലെ കാഷ്വൽ ആയിട്ട് ഒരു ടോക്ക് ആയതുകൊണ്ട്. അപ്പൊ നമ്മുടെ ആദരാഞ്ജലികൾ മണ്ണിക്കരയോടല്ലേ? നിശ്ചയമായിട്ടും. താങ്ക് യു സോ മച്ച് സർ.
Thank you.